Hello, Masna. Hello, sir. Okay, Masna. Okay. Sir. Okay. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? 1 minute. ഇതില് ഹലോ മസ്ന. Hello, sir. ഓക്കെ അല്ലേ? Sir. Okay, അപ്പോൾ in the previous class we discussed about different applications of classification. Okay. ഏതൊക്കെ ആപ്ലിക്കേഷൻസ് എന്ന് പറയാൻ പറ്റുമോ? സോ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം, അപ്പോൾ നിങ്ങളത് ആൻസർ ചെയ്യുക. ഓക്കെ, സോ there are 3 types of learning. Then അന്നക്ക ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അന്നക്ക ഏതൊക്കെ ടൈപ്പ് ലേണിംഗ് ആ ഉള്ളത്? സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡും റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. സൂപ്പർവൈസ്ഡിന്റെ കൺസെപ്റ്റ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? സൂപ്പർവൈസ്ഡില് ഒരു ട്രെയിനിങ് ഫേസും ടെസ്റ്റിംഗ് ഫേസും ഉണ്ടാവും. അത് മെയിൻലി ക്ലാസിഫിക്കേഷൻ, പ്രഡിക്ഷൻ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതില് ആപ്ലിക്കേഷൻസ് ഇതാണ്. പിന്നെ അപ്രോച്ച് എന്താണ്? അപ്രോച്ച് എന്ന് വെച്ചാൽ ട്രെയിനിങ് ഡേറ്റയില് ഇൻസ്റ്റൻസസ് ഉണ്ടാവും, ഒബ്ജക്റ്റിന്റെ ക്ലാസിഫൈ ചെയ്യാനുള്ള ഇൻസ്റ്റൻസസ്. അപ്പൊ അതൊരു ടപ്പിളിന്റെ ഫോമിൽ ഉണ്ടാവുക, ഫീച്ചേഴ്സും ഔട്ട്പുട്ട് ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതില് ലേണിംഗ് ആൽഗോറിതംസ് അപ്ലൈ ചെയ്യും. എന്നിട്ടും ANN, ഡിസിഷൻ ട്രീ അങ്ങനത്തെ മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ആ മോഡല് കറക്റ്റ് ക്ലാസിഫിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു അപ്രോച്ചാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൺസെപ്റ്റുകൾ ഫസ്റ്റ് തന്നെ കൺസെപ്റ്റ്സ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സബ്ജക്റ്റിൽ കൺസെപ്റ്റ്സ് നന്നായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ബേസിക് അപ്രോച്ച് ഇത്രയേ ഉള്ളൂ. ട്രെയിനിങ് ഡാറ്റ, ലേണിംഗ് അൽഗോരിതത്തിനും മോഡൽ ക്രിയേറ്റ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ സൂപ്പർവൈസ്ഡ് ലേണിംഗ് അപ്രോച്ചിൽ 2 ഫേസസ് ഉണ്ടാവും അല്ലേ? ട്രെയിനിങ് ഫേസ്, ടെസ്റ്റിംഗ് ഫേസ്. ട്രെയിനിങ് ഫേസിൽ ഇതാണ് സംഭവിക്കുക. നെക്സ്റ്റ് ടെസ്റ്റിംഗ് ഫേസിൽ എന്ത് ചെയ്യും? ടെസ്റ്റ് ഡാറ്റ ഈ മോഡലിന് ഇൻപുട്ടായി കൊടുക്കും, മോഡൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ റിഗ്രഷൻ കൺസെപ്റ്റ് പറഞ്ഞു. റിഗ്രഷനിലും സെയിം അപ്രോച്ച് ആണ്, പക്ഷെ ഡിഫറൻസ് എന്താണ്? ഒരാൾക്ക് പറയാൻ പറ്റുമോ? അഭിനവ് വാട്ട് ഈസ് ദ റിഗ്രഷന്റെ കേസിൽ എന്താണ് ഡിഫറൻസ്? റിഗ്രഷന്റെ കേസിൽ എന്താണ് ഡിഫറൻസ്? എന്താണ്? ട്രെയിനിങ് ഡാറ്റ ട്രെയിനിങ് അൽഗോരിതത്തിന് കൊടുക്കും, മോഡൽ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ട്രെയിനിങ് ഡാറ്റ എന്തായിരിക്കും നോക്കിയാൽ? ട്രെയിനിങ് ഡാറ്റ എന്തായിരിക്കും? ഒരാൾ പറഞ്ഞ്. അഭിനവ് പ്രസന്റ് ആണോ? അഭിനവ്? അഭിനവ്, ട്രെയിനിങ് ഡാറ്റ എന്തായിരിക്കും റിഗ്രഷന്റെ കേസിൽ? ഇറ്റ് കണ്ടെയ്ൻസ് ഇൻപുട്ട് വേരിയബിൾ ആൻഡ് ഔട്ട്പുട്ട് വേരിയബിൾ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ട്രെയിനിങ് അൽഗോരിതത്തിന് ഇൻപുട്ടായിട്ട് കൊടുക്കും, മോഡൽ ക്രിയേറ്റ് ചെയ്യും. മോഡൽ എന്തായിരിക്കും അഭിനവ്? മോഡൽ എന്തായിരിക്കും? മോഡൽ എന്ന് വെച്ചാൽ ഒരു റിഗ്രഷൻ ലൈൻ ആയിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി എ റിഗ്രഷൻ ലൈൻ. സോ ഈ റിഗ്രഷൻ ലൈൻ എന്ത് ചെയ്യും? ഇവ തമ്മിലുള്ള ഇൻപുട്ടും ഔട്ട്പുട്ട് വേരിയബിളും തമ്മിലുള്ള റിലേഷൻ ആണ് ഷോ ചെയ്യുക. റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേരിയബിൾ. അപ്പോൾ നമ്മൾ
കൺസെപ്റ്റ് പറഞ്ഞു, നിങ്ങൾ വായിച്ച് പഠിക്കുക. സോ ദിസ് ഇസ് ദ കൺസെപ്റ്റ്. റിഗ്രഷൻ, ദിസ് ഇസ് ദ ട്രെയിനിങ് ഓർ ലേണിംഗ് ഫേസ്. ദെൻ ടെസ്റ്റിംഗ് ഫേസ് എന്തായിരിക്കും? നിങ്ങളുടെ ഇൻപുട്ട് വാല്യൂ മോഡലിന് ഇൻപുട്ടായിട്ട് അപ്ലൈ ചെയ്യും, ഔട്ട്പുട്ട് പ്രഡിക്ഷൻ ആയിരിക്കും, പ്രൈസ് പ്രഡിക്റ്റ് ചെയ്യും ഈ കേസിൽ കണ്ടു. ഓക്കെ, പിന്നെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്. ഓക്കെ, സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ, അതിൽ ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, ലേണിംഗ് അസോസിയേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ ഏതൊക്കെ വരുക ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നു. ഏതൊക്കെ ആണ് വരിക? ഒരാൾ പറഞ്ഞ് ഒന്ന് മസ്ന പെട്ടെന്നൊന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ആപ്ലിക്കേഷൻസ് വരിക? Pattern recognition. ഫസ്റ്റ് ഇസ് പാറ്റേൺ റെക്കഗ്നേഷൻ. ഓക്കെ, അപ്പോൾ പാറ്റേൺ റെക്കഗ്നേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ക്യാരക്ടേഴ്സിനെല്ലാം ഐഡന്റിഫൈ ക്യാരക്ടർ റെക്കഗ്നേഷൻ ഒരു പാറ്റേൺ റെക്കഗ്നേഷൻ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ സിഗ്നേച്ചർ റെക്കഗ്നേഷൻ, അതൊക്കെ എന്താണ്? ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ അതിൻ്റെ ബേസിക് അപ്രോച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അധികം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഫേസ് റെക്കഗ്നേഷൻ എന്നത് വേറൊരു ആപ്ലിക്കേഷൻ. മെഡിക്കൽ, ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ബയോമെട്രിക്സ്, എവിടെയാണ് ഇതൊക്കെ അപ്ലൈ ചെയ്യുക? ഓക്കെ, ആപ്ലിക്കേഷൻ. ക്രെഡിറ്റ് സ്കോറിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഷോർട്ടായിട്ട് ആരൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ ക്രെഡിറ്റ് സ്കോറിംഗ് എന്താണെന്ന്? ബേബി ശ്രീഷ്മ. ഹലോ സർ, ക്രെഡിറ്റ് സ്കോറിംഗ് എന്ന് വെച്ചാൽ എന്താണ് കൺസെപ്റ്റ്? ലോ റിസ്ക് കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്ന. അതായത് ഒരു കസ്റ്റമറിനെ ഹൈ റിസ്ക് ഓർ ലോ റിസ്ക് കസ്റ്റമറായി ക്ലാസിഫൈ ചെയ്യുന്ന പ്രോബ്ലം, അതാണ് ക്രെഡിറ്റ് സ്കോറിംഗ് പ്രോബ്ലം. എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് ഇത് തന്നെയാണ്. അതായത് ട്രെയിനിങ് ഡാറ്റ ഇതാണ്, ഒരു കസ്റ്റമറിൻ്റെ വേരിയസ് ഇൻഫർമേഷൻസ് ആണ് ട്രെയിനിങ് ഡാറ്റ യൂസ് ചെയ്യും. എന്നിട്ട് ഒരു അൽഗോരിതത്തിന് അപ്ലൈ ചെയ്താൽ ഒരു മോഡൽ കിട്ടും. ആ മോഡൽ എന്ത് ചെയ്യും? ഇതാണ് ബാങ്ക് മാനേജർ മോഡൽ എന്ന് പറയുന്നത് ഇവിടെ. ബാങ്ക് മാനേജർ മോഡൽ അത് ഹൈ റിസ്ക് ഓർ ലോ റിസ്ക് ആണെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, സോ മെഡിക്കൽ ഡയഗ്നോസിസ് പറഞ്ഞു. നെക്സ്റ്റ് സ്പീച്ച് റെക്കഗ്നേഷൻ. ഓക്കെ, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ സംസാരിക്കുന്നതിന് ഒരു ഇൻപുട്ട് ഒരു സ്പീച്ച് റെക്കഗ്നൈസേഷൻ മോഡലിന് കൊടുത്താൽ സപ്പോസ് അത് എന്ത് ലാംഗ്വേജ് ആണ്, ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഡിഫറെൻറ്റ് നിങ്ങളുടെ മൊബൈലിലൊക്കെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും സ്പീച്ച് റെക്കഗ്നേഷൻ. ഓക്കെ, അതൊക്കെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ആപ്ലിക്കേഷൻസ് ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും, മെഷീൻ ലേണിംഗ് അപ്ലൈ ചെയ്യാം. പിന്നെ നോളജ് എക്സ്ട്രാക്ഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് കൺസെപ്റ്റ് ഇതാണ്, നമ്മുടെ ബേസിക് അപ്രോച്ച് ഡാറ്റ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിന് കൊടുത്താൽ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് പറയുന്ന ഈ റൂൾ ഉണ്ടല്ലോ, ഈ മോഡൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഡാറ്റേനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അതായത് ഈ മോഡല് ആക്ച്വലി എന്തായിരിക്കും? ഡാറ്റേനെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ആ മോഡൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റേനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നോളജ് ക്രിയേറ്റ് ചെയ്യാം. അതാണ് നോളജ് എക്സ്ട്രാക്ഷൻ കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ നിർത്തിയ എവിടെയാണ്? ഔട്ട്ലിയർ ഡിറ്റക്ഷൻ. ഔട്ട്ലിയർ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇൻസ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് ഒബേ ദ റൂൾ. ഓക്കെ, അതായത് കുറേ ഇൻസ്റ്റൻസ് എന്താവും, നമ്മളൊരു റൂൾ ഉണ്ടാക്കി ആ റൂള് സാറ്റിസ്ഫൈ ചെയ്യാത്ത കുറച്ച് ഇൻസ്റ്റൻസ് ഉണ്ടാവും, അതിനെയാണ് ഔട്ട്ലിയർ എന്ന് പറയാം, ഔട്ട്ലിയർ. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രാഡുലന്റ് ട്രാൻസാക്ഷൻ ഡിറ്റക്ഷൻ. ഇപ്പം ഫ്രാഡുലന്റ് ട്രാൻസാക്ഷൻ്റെ കേസിൽ ഒരു 1000 ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഒരു 4 or 5 ആയിരിക്കും ഫ്രാഡുലന്റ് ട്രാൻസാക്ഷൻ. അത് നമ്മുടെ കൺവെൻഷണൽ റൂൾസ് സാറ്റിസ്ഫൈ ഇല്ല. അങ്ങനത്തെ ട്രാൻസാക്ഷൻ കണ്ടുപിടിക്കുക എന്നത് ഒരു ക്ലാസിഫിക്കേഷൻ ആപ്ലിക്കേഷനാണ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ആപ്ലിക്കേഷൻ. നെക്സ്റ്റ്, ഓൾറെഡി വി ഡിസ്കസ്ഡ് വാട്ട് ഈസ് റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രഡിക്റ്റിംഗ് ദ ഔട്ട്പുട്ട് വാല്യൂ ഫ്രം ദ ഇൻപുട്ട്. ഓക്കെ, ഔട്ട്പുട്ട് വാല്യൂ ഇൻപുട്ടിൽ നിന്നും പ്രഡിക്റ്റ് ചെയ്യുക.
അതാണ് റിഗ്രഷൻ ടാസ്ക്. ഫോർ എക്സാമ്പിൾ, predict the price of a used car, predicting rainfall, predicting COVID rate, etc. are the application, etc. examples. ഓക്കെ, അപ്പോൾ എന്താണ് പ്രഡിക്ഷൻ എന്ന് നമുക്ക് ഓൾറെഡി അറിയാം ഇപ്പോഴും. പിന്നെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രഡിക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും അൺസൂപ്പർവൈസ്ഡോ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് ലേണിങ്ങോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് ഈസ് ദിസ് ഈസ് ദ കൺസെപ്റ്റ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് നമ്മൾ പ്രീവിയസ്ലി യൂസ്ഡ് കാർസിൻ്റെ മൈലേജ്, എൻജിൻ കപ്പാസിറ്റി എക്സെട്ര നമ്മൾ യൂസ് ചെയ്യുന്നു. എന്നിട്ടൊരു മോഡൽ ഉണ്ടാക്കുന്നു, കാർ പ്രൈസ് പ്രഡിക്റ്റർ. ഇപ്പം നമ്മളൊരു ഇൻപുട്ട് അപ്ലൈ ചെയ്താൽ ഈ റിഗ്രഷൻ മോഡൽ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ പ്രൈസ് ഓഫ് ദ യൂസ്ഡ് കാർ ആണ്. ഈ പ്രൈസ് ഓഫ് ദ യൂസ്ഡ് കാർ പ്രഡിക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രഡിക്ഷൻ. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് എന്ത് എക്സാമ്പിൾസ് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റിഗ്രഷൻ മോഡലാണ്. എന്താണ് റിഗ്രഷൻ മോഡൽ? ഞാൻ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. റിഗ്രഷൻ മോഡൽ എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് എ റിഗ്രഷൻ മോഡൽ? വാട്ട് ഈസ് എ റിഗ്രഷൻ മോഡൽ? അഭിനവ്, റിഗ്രഷൻ മോഡൽ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ്, അത് നിങ്ങളുടെ മൈൻഡിൽ വേണം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അഭിനവ്, വാട്ട് ഈസ് എ റിഗ്രഷൻ മോഡൽ? അഭിനവ് പ്രസന്റ് ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? അഭിനവ് ആബ്സെന്റ് ആണോ? ഓക്കെ, ആകാശ് രാജീവ് ആകാശ് ആബ്സെന്റ് ആണോ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുക, അത് ചോദിച്ചിട്ട് ആൻസർ പറയുന്നില്ല, ആബ്സെന്റ് ഇടും. അറ്റ്ലീസ്റ്റ് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, സോ അഖിൽ സി പോൾ, അഖിൽ പറഞ്ഞ് പ്രെഡിക്റ്റ് കണ്ടിന്യൂസ് വാല്യൂ എന്നാണ് പറയുന്നത്. അതായത് ഞാൻ അതല്ല ചോദിച്ചത്. ഒരു റിഗ്രഷൻ മോഡല് ഓക്കെ പ്രെഡിക്റ്റ് ദ ഔട്ട്പുട്ടാണ് ചെയ്യുന്നത്. പക്ഷെ റിഗ്രഷൻ മോഡൽ എന്താണ് ആക്ച്വലി? എ റിഗ്രഷൻ മോഡൽ റിസംബിൾസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് വേരിയബിൾ ആൻഡ് ഔട്ട്പുട്ട് വേരിയബിൾ. ഓക്കെ, അതാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഡ്യൂറിങ് ദ ട്രെയിനിങ് ഫേസ് സാമ്പിൾ ട്രെയിനിങ് ഡാറ്റ ഈസ് ഗിവൺ ടു എ മെഷീൻ ലേണിംഗ് അൽഗോരിതം. The machine learning algorithm automatically finds a regression line. Okay, that regression line explore the relationship between the input variable and output variable. അപ്പോൾ ഇവിടെ ഈ റിഗ്രഷൻ ലൈൻ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് കേട്ടോ. എക്സാമിന് ഒരു 2 മാർക്സിനൊക്കെ ചോദിക്കാം. വാട്ട് ഈസ് മീൻ ബൈ എ റിഗ്രഷൻ ലൈൻ? ഓക്കെ, അപ്പോൾ റിഗ്രഷൻ ലൈൻ എന്താ ചെയ്യുക? ഇറ്റ് എക്സ്പ്ലോർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് വേരിയബിൾ ആൻഡ് ഔട്ട്പുട്ട് വേരിയബിൾ. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് ഈസ് എ റിഗ്രഷൻ ലൈൻ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് എ റിഗ്രഷൻ ലൈൻ? അപ്പോൾ നമ്മൾ സൂപ്പർവൈസ്ഡ് ട്രെയിനിങ് ആണ് യൂസ് ചെയ്യുന്നത്. ട്രെയിനിങ് ടൈമിൽ ഇൻപുട്ട് ഡാറ്റ അപ്ലൈ ചെയ്യും ഒരു ലേണിംഗ് അൽഗോരിതത്തിന്. അത് ഓട്ടോമാറ്റിക്കലി ഒരു റിഗ്രഷൻ ലൈന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ആ റിഗ്രഷൻ ലൈൻ എന്ത് ചെയ്യും? ഇനി നമുക്ക് എന്താണ് റിഗ്രഷൻ ലൈൻ എന്ന് നോക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, സപ്പോസ് നമ്മുടെ ഇൻപുട്ട് ഇതാണ്, മൈലേജ് ആൻഡ് പ്രൈസ്. മൈലേജ് ഇസ് ദ ഇൻപുട്ട് വേരിയബിൾ. ഓക്കെ, നമ്മളിത് പ്രോബ്ലം വളരെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു വേരിയബിളേ എടുക്കുന്നുള്ളൂ അല്ലെ, ഒരു ഇൻപുട്ട് വേരിയബിളേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഒരു ഇൻപുട്ട് വേരിയബിളും ഒരു ഔട്ട്പുട്ട് വേരിയബിളേ എടുക്കുന്നുള്ളൂ. സോ ഒരു ഇൻപുട്ട് വേരിയബിൾ മാത്രമായതുകൊണ്ട് നമുക്ക് ഒരു സിമ്പിൾ ലൈന്, റിഗ്രഷൻ മോഡൽ എന്തായിരിക്കും? സിമ്പിൾ ആയിരിക്കും. മോർ ദാൻ 1 ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? റിഗ്രഷൻ പ്രോബ്ലം കോംപ്ലക്സ് ആവും. അതായത് ഇപ്പം മൈലേജ് എന്നതൊരു ഇൻപുട്ട് വേരിയബിൾ ആണ് അല്ലേ,
ഒറ്റൊരു ഇൻപുട്ട് വേരിയബിളേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കണ്ടോ, മൈലേജ് എന്നത് എനിക്ക് എക്സ് ആക്സിസിൽ റെപ്രസെൻ്റ് ചെയ്യാം. പ്രൈസ് എന്നത് ഔട്ട്പുട്ട് വേരിയബിൾ ആണ്. അപ്പോൾ പ്രൈസ് വൈ ആക്സിസിൽ റെപ്രസെൻ്റ് ചെയ്തു. ഇനി സപ്പോസ് ഞാൻ വേറൊരു ഫാക്ടറും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇതുണ്ടോ, ഇത് 2 ഡയമെൻഷനിലാണ്. ഇതിപ്പോഴെന്തായി? സപ്പോസ് ഞാൻ വേറൊരു ഇൻപുട്ട് വേരിയബിള് മൈലേജ് വേറെ എന്തെങ്കിലും ഒരു ഇൻപുട്ട് വേരിയബിൾ കൺസിഡർ ചെയ്താൽ നമ്മൾ ഈ ഒരു ആക്സിസും കൂടി ഇതിൽ വരും. ഓക്കെ, അപ്പോഴേ പ്രോബ്ലം എന്താവും? കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, അതായത് ഇൻപുട്ട് വേരിയബിൾസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്രോബ്ലം കോംപ്ലക്സ് ആവും. അപ്പോൾ ഒരു ഇൻപുട്ട് വേരിയബിൾ ആണെങ്കിൽ 2 ഡയമെൻഷനലായിട്ട് പ്രോബ്ലം ആയിരിക്കും. 2 ഇൻപുട്ട് വേരിയബിൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും? 3 ഡയമെൻഷനിലാവും. ഇനി 4 ഇൻപുട്ട് വേരിയബിൾ ആകുമ്പോൾ എന്ത് സംഭവിക്കും? 4 ഡയമെൻഷണൽ പ്രോബ്ലം ആവും. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും? പ്രോബ്ലത്തിന്റെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക. ഓക്കെ, സോ here to make the problem very simple, what we are doing, we are taking only one input variable. Okay, so these are the input variable values 10 and its associated price also given 8,000 8,000, then 12. These are the training data. Okay, idana training data. Ee training data this is an example. Okay, so this is the training data, but we will apply this training data to a machine learning algorithm. Okay, which are the different machine learning algorithm that we can use for the regression task? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഏതൊക്കെ മെഷീൻ ലേണിംഗ് അൽഗോരിതം യൂസ് ചെയ്യുക? We can use a decision tree. Okay, we can use decision tree for regression task. We can use a neural network for regression task. Okay, anyway, the concept is we will apply this to a machine learning algorithm, then it automatically find a regression line. That is, you can observe here, this is the regression line. You can observe here, this is the regression line. Okay, so this regression line having some property. Okay, this regression line is having some property. That is, why I draw this line in this way? Did you ever think why I drawn this line in this way? Why I didn't drawn in this way? So there is a property for the regression line. Okay, the regression line having some property. Okay, the regression line having some property. Okay, that is the distance from the points to the regression line should be minimum. Okay, അതായത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, അതായത് ഒരു റിഗ്രഷൻ ലൈനിന്റെ പ്രോപ്പർട്ടി എന്താന്ന് വെച്ചാൽ കുറെ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ റിഗ്രഷൻ ലൈൻ എന്ത് ചെയ്യണം? എല്ലാ പോയിന്റ്സിനോടും മാക്സിമം ക്ലോസ് ആയിട്ട് വേണം ഈ റിഗ്രഷൻ ലൈന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ റിഗ്രഷൻ ലൈൻ? All the points should be very close to that regression line. Okay, അത് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ അതല്ല, പക്ഷേ ഇതിൻ്റെ ആക്ച്വലി ഇതാണ് റിഗ്രഷൻ ലൈൻ. ഓക്കെ, അതായത് കുറേ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആ പോയിന്റ്സിൻ്റെ ഒക്കെ ഏറ്റവും മാക്സിമം അടുത്തേക്കൂടെ വേണം ഈ റിഗ്രഷൻ ലൈന് പോകാൻ. ഓക്കെ, ഓർ വി ക്യാൻ ഡിഫൈൻ ദ സം ഓഫ് ഓൾ ദ ഡിസ്റ്റൻസസ് ഫ്രം all the points to this regression line should be minimum. That is the actual mathematical definition. Okay, so I am defining regression line in this way: the sum of all the data points to this regression line should be minimum. Okay, that is the property of a regression line. Okay, so
So I didn't define it is here. What is regression line? So you can observe, you just your S7 students, so just Google it and study what is a regression line. Okay, so what is a regression line? You can observe here, regression line. Okay, regression line. If you just you will get an idea. Okay, so these are all regression line. I will give some images. Okay, so you can observe here, you will get different examples, and this is a regression line. You can observe here the distances from this point to this line, 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 in this way. That distance, sum of the distance from all the points to the regression line should be minimum as possible. Okay, that is the property of a regression line. Okay, I will show different examples, and this is a regression line. Okay, a lot of data is there. This regression line, this is a regression line. Okay, so this is about the property. Okay, so what is actually regression line? Can you define what is a regression line? Can you define what is a regression line? So the basic concept is sum of the distance from all the points to the regression line should be minimum as possible. Okay, അതായത് എല്ലാ പോയിന്റ്സിനും ഈ ഒരു ലൈനിലോട്ടുള്ള ഡിസ്റ്റൻസ് സം ചെയ്താൽ മാക്സിമം മിനിമം കിട്ടണം. ഓക്കെ, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റിഗ്രഷൻ ലൈൻ എന്താണെന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, സോ ഇൻ ദിസ് കേസ് സപ്പോസ് this is a line. Okay, this is a regression line that satisfies our criteria. Suppose then we can express the regression line in the form of an equation. Okay, this is a line equation, so we can express it as a line equation. That is, you can observe price is the output variable. Okay, so price is the output variable and mileage is the input variable. So this is the equation. Price is equal to 2 into mileage plus 1000 something. Okay, this is just an example only. Okay, this is just an example to understand the concept. Okay, so you can observe this equation. This is an equation in the format of a line. Okay, y is equal to mx plus c. Yeah, y is equal to mx plus c. Like that, this is a this equation is in the form of a line equation. Okay, so basically this is a regression line. So this is the concept. So we will apply the data to the machine learning algorithm. It will automatically find a regression line. That regression line is actually the resembles the relationship between the input variable and output variable. You can also observe here, that is, mileage is the input variable, price is the output variable. It defines the relationship between the input variable and output variable. Okay, so what is actually the regression line? The regression line, the property of the regression line is the sum of all the distance from all the points to the regression line should be minimum. Anyway, we got a regression line. Now this is our model. Okay, then during the testing phase, what we will do? During the testing phase, we will apply the input variable. This is the input variable mileage, and we will give a value to the mileage. That is, we will apply a value. Suppose mileage is 30. Then if I given this input variable to this model, it will use this equation of the regression line and find out the output. Okay, it will predict the price output. Okay, it will be a continuous value as told by Akhil. Okay, Akhil Sipol. It will be a continuous value. Okay, it will be a continuous value. Okay, that is correct. Okay,
So now 1 minute, I will close the door. Okay. Okay, so this is about okay. Okay, can you hear? Okay. Okay, so a machine learning algorithm, you can note this point. A machine learning algorithm uses the training data. Is there any disturbance, Anaga? Anaga? Illa, sir. Okay, okay. So a machine learning algorithm uses the training data. Okay, so you can note here the training data will be in the form x comma y. Okay, what is x? X is the input variable. Okay, x is the input variable or variables. Okay, there may be more than one variable. As I told earlier, if there are more than one variable, then the dimension will increase and the complexity and the shape of the regression line will vary. Okay, so this is about the training data. Training data x comma y. Y is the output variable, and finds a function. It automatically finds a function regression line that explore the relationship between x and y. So mathematically we can define the regression problem in this way. In the case of a machine learning algorithm, mathematically we can define the problem in this way, that explore. Now for example, y is equal to wx plus w0. So you can note here this is a line equation, and what is w? Y is equal to mx plus c. Mx plus c. M is the slope, c is the, okay, so w x plus w0, this will be the general format of a line equation for suitable values of w and w0. So you can observe this will be the symbol equation format, regression line equation. And both regression and classifications are supervised problem. Okay, we know already. Okay, problem where input is x and output is y. The task is to learn a mapping function from x to y. അല്ലേ? അതായത് എന്ത് ചെയ്യണം? എക്സ് നിന്ന് വൈയിലോട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണം. അതായത് ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, ലൈനിന്റെ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, that is we are formally defining what is a machine learn what is a in terms of machine learning we are defining the problem. Okay, y is equal to g of x given theta. What is g? G is the function or model, and theta is the parameters. Theta is the parameters, and x is the input variable, and y is the output variable. So y is a number, as told by Akhil Sipor. Y is a number in the case of a regression, that is it will take a continuous value. Okay, but in the case of a classification, y will be either 0 or 1. Okay, y will be either 0 or 1. Means in the case of a classification, suppose the classification problem is a binary classification problem. Okay, please note, classification also divided into binary and multiple classification, multiple classification. So in the case of a binary classification, y will take the value 0 or 1. For example, classify images or recognize whether image contains a boy or girl. Okay, so there are two classes. If it is a boy, it will be 1, output will be 1, else it will be 0. It is a binary classification problem. So in that case, y will take a 0 or 1. So now we are defining regression model. So there are different regression models existing.
as I told, linear regression is the simplest case because there will be only one input variable. Okay, but what will happen if there will be another regression model which are called non-linear? Okay, which are called non-linear models. Okay, a lot of sounds coming from outside. Okay, so non-linear model. So what is a non-linear model? It will take, for example, this is a non-linear model. Okay, I am googling it. Okay, so what will be a non-linear regression model? Non-linear regression line. You can observe here. Okay, this is a non-linear model. Okay, this is a non-linear regression model. Can you get the idea? That is, this is a non-linear model. Okay, it is a curve. Okay, it is a curve. So if in this case the model is a curve, that is the problem will be somewhat complicated. Okay, so this is another example. A lot of data point. The equation is a curve equation. So this is another example. It's a non-linear regression line. Okay, so in this way you can note here, this also very complicated non-linear regression model. Okay, you can observe here. Just I am showing for your interest, and so just Google it, your SAT students, and so these are non-linear regression model. You can observe this is a regression line equation, but it is a curve, regression curve. So there is a lot of mathematics behind that, surely. So we don't want to study the mathematics now. Okay, so anyway, try to understand what is a non-linear model. Okay, so this is about the regression application. Okay, so in the exam point of view also this is very important. Now I am moving to the next application, learning association. So what is learning association? Okay, another application of supervised machine learning is finding the association between data and express it as an association rule. Okay, one example is market basket analysis. Market basket analysis is an example of learning association. That is, this process, അതായത് നിങ്ങളിപ്പോൾ ഒരു, ഫോർ എക്സാമ്പിൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം ലേണിംഗ് അസോസിയേഷൻ കൺസെപ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളൊരു ഓൺലൈനായിട്ട് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു മൊബൈൽ പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ മൊബൈലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അഡീഷണൽ ഡിവൈസസ് ഉണ്ടാവുമല്ലോ, അല്ലേ? സിമ്പിൾ കേസാണ് പറയുന്നത്. അതായത് മൊബൈലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യും, ഒരാൾക്ക് പറയാൻ പറ്റുമോ? അതായത് ഹെഡ്സെറ്റ് ഉണ്ടാവും, ചാർജർ ഉണ്ടാവും, മെമ്മറി കാർഡ് ഉണ്ടാവും, പിന്നെ സ്ക്രീൻ പ്രൊട്ടക്ടർ ഉണ്ടാവും, അങ്ങനെ ഡിഫറെൻറ്റ് പിന്നെ കവർ ഉണ്ടാവും, അങ്ങനെ കുറേ സാധനങ്ങളിലെ. അതായത് ഒരു ഡാറ്റ, ഇപ്പം മൊബൈൽ ആണെങ്കിൽ ആ മൊബൈലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആ ഡാറ്റയുമായിട്ട് റിലേഷനുള്ള അതർ ഡാറ്റാസിനെ ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കുക. ഓക്കെ, ഇതാണ് ലേണിംഗ് അസോസിയേഷൻ എന്ന് വെച്ചാൽ. അപ്പോൾ ലേണിംഗ് അസോസിയേഷൻ അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ സിമ്പിളായ കേസാണ് പറഞ്ഞത്. ഇപ്പം മൊബൈലിൻ്റെ കേസ് പറഞ്ഞു, അതായത് മൊബൈലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ, റിലേറ്റഡ് ആയിട്ടുള്ള അതർ ഐറ്റംസിനെ ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കുക. ഓക്കെ, അതൊരു ടാസ്ക്കാണ്. ഇത് എപ്പോഴാണ് ഇത് യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ ബിഗ് ഡാറ്റയുടെ കേസിലാണ്. ഓക്കെ, അതായത് നമുക്കറിയാം ഒരുപാട് ഡാറ്റ ഈ വേൾഡിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡാറ്റ തമ്മിലുള്ള റിലേഷൻസ് ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കുക അതൊരു ഹെവി ടാസ്ക് ആണ് ശരിക്കും. ഓക്കെ, അപ്പോൾ ആ ടാസ്ക് പെർഫോം ചെയ്യുക എന്നാണ് ലേണിംഗ് അസോസിയേഷൻ എന്ന കൺസെപ്റ്റ് കൊണ്ട് മെയിൻ ചെയ്യുന്നത്.
അതെവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പം ആമസോൺസിലൊക്കെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴൊക്കെ ഈ ലേണിംഗ് അസോസിയേഷൻ അൽഗോരിതംസ് ആമസോൺ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അതായത് നിങ്ങളിപ്പം ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരുന്നുണ്ട്, അതുമായിട്ടുള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അടിയിൽ കാണിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ ലേണിംഗ് അസോസിയേഷൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പം ആമസോൺ ആണെങ്കിൽ ഒരുപാട് ഡാറ്റ ഉണ്ടാവും ആമസോണിൻ്റെ അവിടെ. ഓക്കെ, അപ്പോൾ ആമസോൺ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, അതിൻ്റെ താഴെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ടാവും. എന്താണത്? അതായത് ഞാനിപ്പോൾ മൊബൈൽ വാങ്ങി, അപ്പോൾ അതിൻ്റെ താഴെ ഫോർ എക്സാമ്പിൾ ഒരു ഹെഡ്സെറ്റ്, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അതും കൂടി ഞാൻ വാങ്ങാൻ നോക്കും. ഓക്കെ, അതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ. അതായത് ലേണിംഗ് അസോസിയേഷൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ബാസ്ക്കറ്റ് അനലൈസിസ് എന്ന് പറയും. മാർക്കറ്റ് ബാസ്ക്കറ്റ് അനലൈസിസ് അതായത് എന്താണ്? നമ്മളൊരു സാധനം എടുത്ത് ബാസ്ക്കറ്റിൽ ഇട്ടാൽ അടുത്ത അതുമായി റിലേറ്റഡ് ഉള്ള ഐറ്റംസ് കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് ഇത് പറയുന്നത്. ദാറ്റ് ഈസ് കസ്റ്റമേഴ്സ് ബൈയിങ് ബിഹേവിയർ ബൈ ഫൈൻഡിങ് അസോസിയേഷൻ ബിറ്റ്വീൻ ഡിഫറെൻ്റ് ഐറ്റം. ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് എന്നുണ്ട് ഇവിടെ. ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് കസ്റ്റമേഴ്സ് ബൈയിങ് ബിഹേവിയർ ബൈ ഫൈൻഡിങ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ ഡിഫറെൻ്റ് ഐറ്റം ദാറ്റ് കസ്റ്റമർ പ്ലേസ് ഇൻ ദർ ഷോപ്പിംഗ് ബാസ്ക്കറ്റ്. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞു നിർത്തുന്നു. സപ്പോസ് നിങ്ങളൊരു മാള് പോയി, ആ മാള് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ സപ്പോസ് നിങ്ങൾ ഒരു മാളിന്റെ ഒരു കോർണറിന് അത് ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ നിന്ന് അത് എടുത്തു. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആ പെർട്ടിക്കുലർ പ്ലേസിലല്ലാണ്ട് അപ്പുറത്തെ കോർണറിൽ എവിടെയും കൊണ്ടുവച്ചാൽ നിങ്ങളത് മേടിക്കാൻ പോവുമോ? ഇല്ല, കാരണം നിങ്ങൾ അത് ഫോർഗെറ്റ് ചെയ്യുക അതിലിടയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇപ്പൊ മൊബൈൽ മേടിച്ചാൽ മൊബൈൽ അക്സസറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അടുത്തടുത്ത് തന്നെ വെക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് മേടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിനാണ് ഈ മാർക്കറ്റ് ബാസ്ക്കറ്റ് അനലൈസ്. ഓക്കെ, ടൈം ഓവറായി. അപ്പോൾ നിങ്ങൾ അറ്റൻഡൻസ് കുറേ ആൾക്കാർ ജോയിൻ ആയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ചാറ്റ് ബോക്സിൽ ഇട്ടേക്ക്. സ്റ്റാർട്ടിങ് ഫ്രം ആകാശ് രാജീവ്. ഓക്കെ, ആകാശ് രാജീവ്. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് സൗണ്ട് സ്ക്രീൻ ഓക്കെ ആണോ? മധു സാർ ഒന്ന് റെക്കോർഡിംഗ് ഓഫ് ചെയ്യാവോ?